ഇവിടുത്തെ ട്രോളർമാരോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്. നിരത്തി പിടിച്ച് ആദ്യം ഒരാളെ കിട്ടിയെന്താ രേണു സുധി. അതിനെന്തോ അസുഖമാണ്, എനിക്ക് സത്യത്തിൽ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല. അതിനെന്തോ അസുഖമാണെന്ന് പറഞ്ഞു അതിനെ കുറച്ച് ദിവസത്തേക്ക് വിട്ടു. പിന്നെ അവൾ അബോർഷൻ ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് ഞാൻ only and only for Amma Association. നീന കുറുപ്പ്, ലക്ഷ്മി പ്രിയ, അൻസിബ, മറ്റേ മൂക്കുട്ടിയിട്ട് പൊക്കമുള്ള പെണ്ണ്, ഇവര് തുടങ്ങി പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താ? സ്ത്രീ വന്നപ്പോൾ എല്ലാം പോയി എന്നുള്ളതായി. അല്ല സുകുമാരി അമ്മേ, അല്ല സുകുമാരി അമ്മ അല്ലല്ലോ, എന്തുവായിരുന്നു, മല്ലിക സുകുമാരൻ. അമ്മേ, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് ഇന്ന് അവരുടെ അടുക്കളയിൽ എന്തുവാ നടക്കുന്നത്, ഇവരുടെ അടുക്കളയിൽ എന്തുവാണെന്നുള്ളത് അയൽവക്കത്തിന്റെ വീട്ടിലേക്ക് മതിലിന്റെ പുറത്തൂടെ കൈകുത്തി എത്തി അങ്ങോട്ട് നോക്കുമല്ല. സോഷ്യൽ മീഡിയയിൽ ഇവർ തന്നെ കൊണ്ടിടുന്ന നാറിയ കേസുകളും കാര്യങ്ങളും. ഇപ്പം നിങ്ങളുടെ തന്നെ ഇല്ലേ, നിങ്ങളുടെ ഒരു കുടുംബം അല്ലായിരുന്നോ നിങ്ങളുടെ AMM എന്ന സംഘടന? ആ സംഘടനയ്ക്കകത്തുള്ള വെറും നാറിയ കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ആ പുറത്ത് വരുന്ന കാര്യങ്ങൾ ആൾക്കാർ എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നു, സംസാരിക്കുമ്പോഴത്തേക്കിന് ഇതിനകത്ത് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ആവശ്യം എന്താ അതിനകത്തുള്ളത്? ഈ പറയുന്ന വ്യക്തി തന്നെ പല ആരോപണങ്ങളും പല കാര്യങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. മറ്റേ കലാമണ്ഡലം, അവരെ പേര് ഞാൻ മറന്നുപോയി, അവർക്കെതിരെ വന്ന് പറഞ്ഞില്ലേ, അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പോലെ വേറൊരു തലത്തിലുള്ള പരിപാടിയല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് വീണ്ടും രേണു സുധിയെ നിങ്ങൾ വലിച്ചടിച്ച് സംസാരിക്കുമ്പോഴത്തേക്കിനും, രേണു സുധിയെ ഈ ഒരു മെഡിക്കൽ കണ്ടീഷനിൽ വീണ്ടും ആൾക്കാർ വീഡിയോ ഇടയുണ്ടായ സാഹചര്യം എന്തുവാ? നമ്മൾ പോയിട്ട് രേണു സുധിയുടെ വീട്ടിൽ ചെന്നിട്ട് രേണു കണ്ടന്റ് ഒന്നും ഇല്ല, രേണു നീ ഒരെണ്ണം ഈ രേണു സുധിയുടെ കണ്ടന്റ് ഇല്ലെങ്കിൽ ഇവിടെ ചാകരയായിരുന്നു കഴിഞ്ഞ മാസം. നിങ്ങൾ തന്നെ കുറെ കണ്ടന്റ് ഇട്ടില്ലേ? അല്ല, രേണു സുധി കൊണ്ട് ആരും ജീവിക്കുമൊന്നുമല്ല. അത് ക്ലിയർ ആയിട്ട് രേണു എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് ആണെന്ന സമയത്ത് അത് രേണുവിന്റെ പ്രൊഫൈലിൽ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് വീണ്ടും ഈ ഒരു മെഡിക്കൽ കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു പെണ്ണിനെ നമ്മൾ വീണ്ടും ഇതിലേക്ക് വലിച്ചടിക്കുന്നു. നമ്മൾ കുത്തിയെടുത്ത് പൊക്കിയെടുത്തുകൊണ്ട് വരുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇവരുടെ കൂടെ നടക്കുന്നവർ തന്നെ ഇവർക്ക് റീച്ചിന് വേണ്ടി പല കാര്യങ്ങളും ഉണ്ടാക്കും. അതായത് ഇവരുടെ കൂടെ നടക്കുന്നത് ഇപ്പം നോക്കിക്കോണം, സുകുമാരി അമ്മേ, അല്ല മല്ലിക സുകുമാരൻ ആൻറ്റി ഒരു കാര്യം ആലോചിക്കണം. ഇപ്പം ആൻറ്റിയുടെ PA, ആൻറ്റിയുടെ അസിസ്റ്റന്റ്, ആൻറ്റിയെ കുറിച്ച് കുറേ കാര്യങ്ങൾ പുറത്ത് പറയുമ്പോഴത്തേക്കിന് അത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പുറത്ത് പറയുമ്പം അത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമല്ലോ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ചെറിയൊരു വീഡിയോ 2-3 സാധനമാണ് കാണിച്ചിട്ട് ഈ വിഷയത്തിലേക്ക് ഞാൻ വരാം. അത് രേണുവിൻ്റെ തന്നെയാണ്. അവിടെ അത്യാസന്ന നിലയിലാണ് എന്നും പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടതിന് നിനക്ക് ഇത്ര കൊള്ളേണ്ട കാര്യമില്ല, മനസ്സിലായ? അത് അവരുടെ വേണ്ടപ്പെട്ടവരും അവർക്കൊന്നും പ്രശ്നമില്ലാത്തടുത്ത് നിനക്ക് ഇത്ര ഹൈയിൽ കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അവൾ അബോർഷൻ ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെക്കാട്ടി മോശമായ പ്രതികരണങ്ങൾ മുന്നേ വന്നിട്ട് നീയൊന്നും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. അപ്പം അന്നേരം ഒന്നും പൊങ്ങാത്തവര് ഇപ്പൊ ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് വരണ്ട, മനസ്സിലായ? അത്യാസന്റെ നിലയെന്ന് പറഞ്ഞാൽ അത്യാസന്റെ നിലയിൽ തന്നെയായിരുന്നു അവൾ അഡ്മിറ്റ് ചെയ്തത്. അതിനിപ്പോ നിനക്കെന്ത്? നീ വിളിച്ച് ചോദിക്ക്, എന്റെ അടുത്ത് പറഞ്ഞനുസരിച്ചാണ് ഞാൻ ചെയ്തത്, മനസ്സിലായ? നിനക്ക് റീച്ചാണ് ഉദ്ദേശമെങ്കിൽ നീ നിന്റെ കാര്യം രീതിയിൽ എടുത്തിടണമായിരുന്നു. നീ ബാക്കിയുള്ളവരെ എടുത്തിട്ടുണ്ടാക്കേണ്ട ആവശ്യം എന്തുവായിരുന്നു? എനിക്കിഷ്ടമുള്ളതാണൊക്കെ ഞാൻ പോസ്റ്റ് ഇട്ടു, അതിന് നിനക്കെന്തുവാ? അതിനെ ബാധിക്കപ്പെട്ടവർക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ നിനക്കെന്തോ ടെൻഷൻ? അത് കാര്യം ഞാൻ വേറൊരു സ്ഥലത്തേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് റീപ്ലൈ തരാത്തത്. പിന്നെ ഈ പറയുന്ന രണ്ടുപേർ എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ല. രേണു സുധിയുമായിട്ട് കൂടെ നടക്കുന്ന, അല്ലെങ്കിൽ രേണുവിനെ നല്ല രീതിയിൽ അറിയാവുന്ന 2 വ്യക്തികളാണ്. അതിലൊരാളായിരുന്നു ഇന്നലെ രേണുവിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നത്. രേണു സുധി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, എന്തോ ഭാഗ്യത്തിന് അനിയത്തിയുടെ ചേച്ചിയുടെ ഭർത്താവ് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞൊരു സാധനം എടുത്തിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കേ. അതുപോലെ തന്നെ അവരുടെ കൂടെ നടന്നൊരു വ്യക്തിയായിരുന്നു ICUയിൽ പോയെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട്. അപ്പം ഈ 2 പേരുടെ കൊളാബ് നിങ്ങൾ കണ്ടല്ലോ. ഇത് നമ്മളായിട്ട് കൊണ്ടുവരുന്നില്ല, ഇവരായിട്ട് തന്നെ സോഷ്യൽ മീഡിയ എടുത്ത് ഇടുന്നതാണ്. ഇനി അവരുടെ റീച്ച് അല്ല, രേണുവിന്റെ സൈഡിൽ നിന്ന് തന്നെ രേണുവിനെ റീച്ചാക്കാൻ റേണു ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു മെഡിക്കൽ കണ്ടീഷനിൽ പുള്ളിക്കാർ ശ്രമിക്കുന്നുണ്ട്. ചേച്ചി മല്ലികാന്റി ഒന്ന് ആലോചിക്കണം. അതാണ്ട് അവർ ഇന്നിട്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒരുത്തൻ്റെയും വീഡിയോ കണ്ട് മനം നൊന്ത് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന അവളല്ല ഈ രേണു സുധി. പണ്ട് ഞാനൊരു കാര്യം പറയല്ലേ, പണ്ടോ ചത്തില്ല ഇപ്പോഴാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്ന കാര്യമാണ്. അറ്റ്ലീസ്റ്റ് നീ ഈ സ്റ്റോറി ഇടുന്നത് ആൾക്കാർക്ക് വായിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഈ ഒരു അക്ഷരം നിനക്ക് സുഖമായിട്ട് മാറ്റാം. അത് അറിഞ്ഞുകൂടാത്തതാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ആക്കുന്നത്. ഈ ഇടുമ്പോഴത്തേക്കിന് ഇവിടെ എവിടെ മേളിൽ P എവിടെ അങ്ങനെ ഒന്നും വിടാതെ മര്യാദയ്ക്ക് ഒരു സാധനം വിടുക. അപ്പം നിങ്ങൾക്ക് കാര്യമൊന്നും മനസ്സിലായല്ലോ. വീണ്ടും ഈ ഒരു കാര്യം കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. അത് രേണുവിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം പിന്നെ രേണുവിൻ്റെ കൂടെ നടന്ന ഇത്രയും വലിയൊരു സഹചാരിയായിട്ടുള്ള ഹായ് പൂച്ച, അറിയൂ എടാ വന്ന് മതിലിൻ്റെ മേളിൽ കൂടെ മീനം കാണാൻ തൊട്ടാണ്ടല്ലോ വാല് പിടിച്ചടിക്കും ഞാൻ. അപ്പം അങ്ങനെ
സ്വന്തം സഹചാരിയായിട്ടുള്ള ഒരാളാണ് വന്നിട്ട് രേണു സുധീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ട് അല്ലേ എന്നിട്ട് രേണു അതിനകത്ത് രേണുവിൻ്റെ അറിവോട് കൂടിയല്ല അങ്ങനെ ഒരു വീഡിയോ വന്നിരുന്നെങ്കിൽ രേണു എന്തോ ചെയ്തേനായിരുന്നു? ഓൺ ദ സ്പോട്ടിൽ രേണു സ്റ്റോറി ഇട്ടാനും രേണു വീഡിയോ ഇട്ടാനുമായിരുന്നു അവനെതിരെ. നീ ആരാടാ തീരുമാനിക്കാനായിട്ട്? ഞാൻ പോകുന്നു അല്ലേ? അപ്പോൾ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുമല്ലേ, വീണ്ടും ചർച്ചാ വിഷയമാക്കാനായിട്ട് കൊണ്ടുവരല്ലേ, ഒരു സൈഡിൽ നിന്ന് വിവാദം ഉണ്ടാക്കാനുള്ള പരിപാടിയല്ല നോക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കിന് എന്തിനാ ഇങ്ങനെ പറയുന്നത്? നമ്മൾ ആൻറ്റി അടുത്തോട്ട് വന്നോ, നമ്മൾ പൃഥ്വിരാജിൻ്റെ അടുത്തോട്ട് നമ്മൾ വന്നില്ലല്ലോ, പുള്ളിയുടെ പണി നോക്കില്ല, നമ്മൾ പോട്ടെ എന്തിനടുത്തിട്ട് വന്നോ, ഓരോ കുടുംബത്തിനടുത്തോ ആരെടുത്തും വന്നില്ലല്ലോ, അവരെല്ലാം നല്ലോണം നടക്കുന്നത്. ആൻറ്റി മാത്രം എന്താ ആൻറ്റി ഇങ്ങനെ ആയി പോയെ? ഇപ്പോൾ നോക്കാം, ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ട് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരെ തിരിഞ്ഞില്ലേ. ഒരു കമൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നീയും അൻഷാദ് ബാലയും ചേർന്ന് നടത്തിയ ആത്മഹത്യാ നാടകം പാളിയല്ലോ. അൻഷാദ് ഇട്ട വീഡിയോയ്ക്ക് നിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ നീ ഇതിനെതിരെ പ്രതികരിക്കാത്തത്? മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമോ. അങ്ങനെ ഇത് കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരുത്തൻ ഈ പെണ്ണിൻ്റെ പ്രൊഫൈലിനകത്ത് കയറി നല്ല രീതിക്ക് അങ്ങ് വിളിച്ചേക്കുന്നു. അപ്പോൾ അതെടുത്തിട്ട് സ്ക്രീൻഷോട്ടാക്കി സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എന്തുവാണ് ചെയ്യുന്നത്? രോഗവിവരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമ്മളതിനെ മാനിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ആ ഒരു മാന്യത വേണ്ട എന്ന് വെക്കുമ്പോഴത്തേക്കിന് ഉണ്ടാവുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, അതാണ് ഇപ്പം നിലവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മളാരും ഒരടുക്കളയിലോട്ട് ഇങ്ങനെ കൈ കുത്തി എഴുന്നേറ്റ് വെച്ച് നോക്കിയിട്ട് അങ്ങനെ ആയിരുന്നില്ലേ, അങ്ങനെ ഒന്നും നമ്മുടെ അല്ല, മനസ്സിലാക്കണം കേട്ടോ. അപ്പം നമുക്ക് ബാക്കി നമ്മുടെ ഈ മെയിൻ കഥയിലേക്കും കഥാകാര്യത്തിലേക്കും വരാം. എന്തായാലും ഈ ചേച്ചി അത്രയെങ്കിലും പറയുമ്പോൾ നമ്മൾ അതെങ്കിലും ഒന്ന് ചേച്ചിക്ക് പറയണമല്ലോ. നീ ഇപ്പം ഈ എനിക്ക് ഈ അമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ അമ്മയുടെ നാദ സ്ത്രീകളുടെ കയ്യിലേട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് വലുതാക്കും എന്ന് പറഞ്ഞ വ്യക്തികൾ 10 മാസം പോലും തികഞ്ഞില്ല, അതിന് മുമ്പേ പൂട്ടിക്കെട്ടി ചട്ടിയിലാക്കി ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ആ ഒരു അമ്മ തന്നെ പിരിച്ചുവിടേണ്ട അവസ്ഥ. അതായത് അന്ന് കൊട്ടിഘോഷി ചെണ്ടയൊക്കെ കൊട്ടി പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് നിന്ന് സെക്രട്ടറി ഇറങ്ങി വന്നിട്ട് ഞാൻ ഇനി ഈ പദവിയിലും ഇല്ല, ഞാൻ ഇനി ഈ സംഘടനയിലും തുടരുന്നില്ല, ഞാൻ എല്ലാത്തിൽ നിന്നും രാജിവെച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആ വായിൽ വിരലിട്ടിട്ട് പറയാന്ന് പറഞ്ഞ് പറയിപ്പിച്ചല്ല, ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മുടെ മുന്നിൽ ഇത് അവതരിപ്പിച്ചിട്ട് പോയതാ. ഇതാ നടക്കുന്ന ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും വന്നിരിക്കുന്നു, ഞാൻ രാജിവെച്ചിട്ടില്ല, പറ്റിച്ചേ, ഞാൻ നിങ്ങളെല്ലാം പറ്റിച്ചേ, ഞാൻ രാജിവെച്ചിട്ടില്ലല്ലോ, ഇതെൻ്റെ ഒരു തമാശയായിരുന്നേ, നിങ്ങൾ വിശ്വസിച്ചില്ല. അങ്ങനെ വേണം, നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചതാണ്. ഞാൻ രാജിയൊന്നും വെച്ചിട്ടില്ല, ഞാൻ രാജിവെക്കത്തില്ല, ഒരിക്കലും ഞാൻ രാജിവെക്കേണ്ട ആവശ്യം എനിക്കില്ല. അങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ഒരു കമ്മിറ്റിയൊക്കെ എടുത്ത് എന്നിട്ട് വീണ്ടും വേറെ രീതിയിലൊക്കെ വൾക്കറായിട്ട് തിരിഞ്ഞടിക്കാന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള കാര്യമാണോ? അപ്പോൾ അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, പിഷാരടിയും ശ്വേതാ മേനോനുമായിട്ട് സംസാരിക്കുന്നത്. ആ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മുൻ മന്ത്രിയും അതിലുപരി മന്ത്രിസ്ഥാനത്തിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയും വർഷങ്ങളോളം MLA സീറ്റിലിരുന്ന് തഴമ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ശ്രീ പത്തനാപുരത്തിൻ്റെ രോമാഞ്ചവും പത്തനാപുരത്തിൻ്റെ കണ്ണിലുണ്ണിയും ഇപ്പോൾ കണ്ണിലെ കരടുമായിട്ടുള്ള ശ്രീ എന്തുവായിരുന്നു പുള്ളിയുടെ പേര്? ഇത്രയും പറഞ്ഞപ്പോൾ പേര് ഞാൻ പറഞ്ഞു, ദൈവമേ, ഗണേഷ് കുമാർ. മനസ്സിലാകുന്നില്ല. ഞങ്ങളിപ്പോൾ അവർ പറഞ്ഞ അവർ കോടതി ഒരു വിരോധമില്ല. ആർക്ക് ഈ ലോകത്ത് ഏതൊരു പൗരനും ഇന്ത്യയിൽ കോടതിയിൽ പോകാം, നീതിക്ക് വേണ്ടി പോകാം. പക്ഷേ അവർ ശ്രമിക്കുന്ന നീതി എന്ന് പറയുന്നത് ഈ പാവങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന നീതിയാകരുതെന്ന് എനിക്ക് പറയാം. അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഇത് ആശ്രയിച്ച് ജീവിക്കുന്ന പാവങ്ങൾ കോടതിയിൽ പോവോ ഒരു സ്റ്റേയോ കാര്യങ്ങളോ വാങ്ങി അവിടെ ഇടുന്നുണ്ട് നമുക്ക് വിരോധമൊന്നുമില്ല. നമുക്ക് ഇതൊരു വലിയ കാര്യമായിട്ട് കരുതരുതേ. ഇത് അമ്മയുടെ ഈ കമ്മിറ്റിയിൽ വന്നു എന്ന് പറയുന്ന ഭയങ്കര ഒരു കാര്യമായിട്ട് കരുതരുതാരും പ്ലീസ്. അതിനേക്കാളും വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളെ കൊണ്ട് ഹെഡ്ലൈനിൽ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ ആളാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മാധ്യമങ്ങൾ അവരോട് ചോദിക്കണം, ഞങ്ങളോടല്ല ചോദിക്കണം. ഞങ്ങളെ മാധ്യമങ്ങളെ പറ്റിച്ചില്ലേ, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചില്ലേ എന്ന് അവരോട് ചോദിക്കൂ. അത് അന്തസ്സാണോ? ഈ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ച് കൂട്ടി അവരെ ഞാൻ രാജിവെക്കുന്ന പ്രാഥമിക അംഗത്തിൽ നിന്ന് പോയി എന്നൊരാൾ പറയണം. ആ ആൾ തന്നെ ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയാൻ അന്ന് പറയണമായിരുന്നു. അത് ശരിയാ, അത് ഗണേഷ് കുമാർ പറയുന്നത് ശരിയാ. മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ വേണം. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുത്തന്നെ എനിക്ക് ഈ അവസരം ചോദിക്കേണ്ടത്, നിങ്ങൾ മന്ത്രിയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മന്ത്രി സജി ചെറിയാനായിരുന്നു ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു പ്രസംഗം നടത്തിയത്. അതിനെ തുടർന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനത്തൊന്നും രാജിവെച്ചിട്ടുണ്ടായിരുന്നു. രാജിവെച്ചിട്ട് നിയമപരമായിട്ട് നേരിട്ടപ്പോഴത്തേക്കിന് അങ്ങനെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും പറച്ചിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ആ സാധനം ക്ലോസ് ചെയ്ത്, അതായത് കേസില്ലെന്ന് വരുത്തി അയാൾ വീണ്ടും മന്ത്രിയായിട്ട് മന്ത്രിസ്ഥാനത്തേക്ക് വന്നു. എന്നാൽ ആ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതായിരുന്നേ. എന്നാൽ ആ കണ്ട കാര്യങ്ങളൊന്നും കോടതിയിൽ തെളിവായിട്ട് എത്തിയിട്ടുമില്ല, ആരും ഒട്ട് കണ്ടിട്ടുമില്ല എന്നുള്ളത്. അപ്പോൾ എന്തോ ചെയ്യും? ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല. അപ്പോൾ പിന്നെ
അവിടെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അവർ. അല്ലേ സീരിയസ് അല്ലേ? നിങ്ങൾ വീഡിയോ ആണെന്ന് നമുക്ക് തോന്നുന്നു. അതേ കാര്യങ്ങൾ തന്നെയല്ലേ ചേച്ചി പറയുന്നത്. ഞാനും ഉറങ്ങിയൊന്നുമില്ല. നമ്മൾ ക്ലാസ്സിൽ ഇരുന്നു, നീ ഉറങ്ങി? ഞാൻ ഉറങ്ങിയില്ല. ഞാൻ ഒരു കണ്ണ് അടച്ചിട്ട് ഒരു കണ്ണ് തുറന്നു വെച്ചു, നല്ല സൂപ്പറായിട്ട് ഉറങ്ങി. ആ സെറ്റപ്പിലൊക്കെ ഇവർ സംസാരിക്കുന്നത്. നല്ല അടിയാണ് ഇവർ നടന്നത് കേട്ടോ. നല്ല ഇവരൊക്കെ സിനിമ സത്യം പറഞ്ഞാൽ നിങ്ങളെ സ്ക്രീനിൽ കണ്ടാൽ മതിയുടെ. ഞങ്ങളങ്ങ് ഊഹിച്ചോളാം, അത് മതി. ഇനിയിപ്പം നിങ്ങളിപ്പോൾ ഈ സംഭവം വലിയ വൾഗറാണ്, നിങ്ങൾ ഇനി ഇറങ്ങരുത്. കാരണം വാ തുറന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ദൈവമേ, ചന്തയെ പോലെ കാണത്തില്ല ഇത്രയും സൗണ്ട്. ആ രീതിയിലുള്ള ടീമുകളാണ് വലിയ സെറ്റായിട്ട് BMW, ബെൻസ് ഓടി ഇനി ഏതൊക്കെ ബ്രാൻഡ് ഉണ്ടോ പുതിയ അതെല്ലാത്തിനകത്തും വന്ന് ഇറങ്ങി നല്ല ടിപ്പ് ടോപ്പ് ബ്രാൻഡഡ് കണ്ണാടി, ബ്രാൻഡഡ് ഡ്രസ്സ്, ബ്രാൻഡഡ് വാച്ച് ഒക്കെ ഇട്ട് വന്ന് ഹൈ ഐ ആം ദ സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പെടും. ഇതാണ് നിങ്ങളുടെ പരിപാടി. കണ്ട് കേട്ട് മടുത്ത്. ശ്വേതാ മേനോനോട്ടുള്ള വോയിസ് ഒന്ന് കേൾക്കാം. നാളെ അഡ്വോക്കേറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. ഇതിനകത്ത് അഡ്വോക്കേറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഞാനും ഗണേശനൊക്കെ ഒന്ന് വലിയ തർക്കങ്ങൾ കഴിഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. അത് തരും. അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണമല്ലോ. നിങ്ങൾ വന്ന് നമ്മളെ അറിയിക്കുന്ന കാര്യങ്ങളും ഇതുമായിട്ട്. പക്ഷെ നിങ്ങളിപ്പോ രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിഷു അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്ത് പ്രൂവ് ചെയ്യാൻ? നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ് എങ്ങനത്തൊക്കെ വാക്കുകൾ പറഞ്ഞു എന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും, സിദ്ദിഖയും, മറ്റേ സുരേഷ് കൃഷ്ണയും, മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പ ഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയറായ ഓഡിയോസും വീഡിയോസും ഉണ്ട് എൻ്റെ അടുത്ത്. അവർ എന്ത് പറയും എന്നറിയാമോ? നിങ്ങൾ ആദ്യം പറയാം ഞങ്ങൾക്ക് കണക്ക് അവതരിപ്പിച്ചില്ല. ഞങ്ങൾ സ്റ്റാർട്ടിങ് അല്ലല്ല മീറ്റിംഗ് തുടങ്ങണേന്റെ മുമ്പ് തന്നെ ബാബുരാജേട്ടൻ തുടങ്ങി. മീറ്റിംഗ് തുടങ്ങണേന്റെ മുമ്പേ അതൊന്ന് ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഒന്നുമില്ല, ഇത് ആവശ്യം, നമുക്ക് ഇതിനൊന്നും നമ്മള് ജനറൽ ബോഡി അംഗീകരിക്കൂല. ആദ്യം തന്നെ തുടങ്ങി. പിന്നെ ബാബുരാജേട്ടന്റെ ഓരോ വാക്കുകള്, സിദ്ദിഖാന്റെ ഓരോരോ വാക്കുകള്, വിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ അത്ര നേരം നിൽക്കൂല. എനിക്ക് തൊലിക്കട്ടിയൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ കമ്മിറ്റീന് വേണ്ടിയിട്ട് അവിടെ നിന്നത് അമ്മ അസോസിയേഷൻ എന്ന നമ്മളല്ലേ കുറച്ച് ആൾക്കാർ, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. എത്ര മെമ്പേഴ്സ് എന്നെ വിളിച്ചു അറിയോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ശ്വേത, സോറി എന്ന് പറഞ്ഞിട്ട് എത്ര മെമ്പേഴ്സ് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു ഇനി ഒരു സ്ത്രീ അല്ല അങ്ങനെ നിങ്ങളെ പേഴ്സണലായിട്ട് വിളിച്ചു പറയുന്നു അത് സോറി ഞങ്ങൾക്ക് നിങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല അന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ആധാരമുണ്ടോ? മുന്നാധാരമോ പിന്നാധാരമോ കീഴാധാരമോ എന്തെങ്കിലും ഉണ്ടോ? കാരണം നിങ്ങളെ ആരും വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ലെന്ന്. നിങ്ങളുടെ സംഘടനയിൽ എത്രയോ ഇത് നിങ്ങളാരും മറ്റേ ക്യാമറ ഫിയർ ഉള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കലല്ലേ? ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു സംഘടനയിൽ അംഗത്വം കിട്ടിയത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയില്ലാത്ത സാഹചര്യത്തിൽ അമ്മയുടെ പ്രസിഡന്റാണ് അമ്മയുടെ എല്ലാം, അതായത് ഈ പറയുന്ന ശ്വേതാ മേനോൻ അതുപോലൊരു വലിയൊരു പ്രശ്നം അവിടെ നേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ക്യാമറ ഫിയറും ഇല്ലാത്ത ഇത്രയും അധികം ക്വാളിറ്റിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിട്ട് ഒരാൾ പോലും വന്നിട്ട് എന്താണ് ഈ ഒരു സാധനം അങ്ങനെയാണ് എന്ന് പറയാത്തത്? എന്തുകൊണ്ട് വന്ന് പറയുന്നില്ല? അവിടെ നടന്ന് ഇതായിരുന്നു ഇന്ന കാര്യമായിരുന്നു. എന്നാൽ നേരെ മറിച്ച് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ എങ്ങനെ ഹൻസിബ ഹസൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെ ശരിവെക്കുന്ന തെളിവുകൾ, കാര്യങ്ങൾ, വാട്സപ്പ് ചാറ്റ്, അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കാണുന്ന എന്നെപ്പോലുള്ള ആൾക്കാർ എന്തുമായിരിക്കും വിചാരിക്കുന്നത്? സത്യവും നീതിയും ധർമ്മവും ഉള്ള സ്ഥലത്ത് ആൾക്കാർ കൂടെ നിൽക്കും. കള്ളത്തരങ്ങൾ കൊണ്ട് ഒരു ചീട്ടുകൊട്ടാരം പണിഞ്ഞു കഴിഞ്ഞാൽ അതിനെ താങ്ങാൻ നിന്ന ഞാനും നാറും അല്ലേ? അത്രേ ഉള്ളൂ. ചീട്ടം ചവിട്ടിയൊന്നാറി, അത്രേ ഉള്ളൂ. അങ്ങനല്ലേ നമ്മൾ കാണുന്നവർ മനസ്സിലാകത്തല്ല. നമ്മളെ കുറ്റം പറയല്ലേ ചേച്ചി, നമ്മൾ ഒരിക്കലും ജയിച്ച നിരുത്സാഹപ്പെടുത്തുകയല്ല. നമ്മൾ ജയിച്ച നിർവ്വാദമൊക്കെ കണ്ടറുള്ള സത്യമായിട്ടും അങ്ങനെ നമുക്കാണല്ലോ. നിങ്ങൾ
അടിപൊളിയാ, അതെനിക്കറിയാം. മറ്റേ സോൾട്ട് ആൻഡ് പേപ്പറിനകത്തൊക്കെ ഞാൻ കണ്ടുകൊണ്ട് അടിപൊളിയായിരുന്നു. നിങ്ങൾ ബാബുരാജൊക്കെ എന്തിനു പറ്റി, എന്തിനു ചെയ്ത്? പുള്ളി നിങ്ങളുടെ അടുക്കള ഷെഫല്ലായിരുന്നോ? നിങ്ങൾ നല്ല കോംബോ ആയിരുന്നു ചേച്ചി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ സിനിമയിലുണ്ടായിരുന്നില്ലേ ഷെഫ്, ഇതേപോലെ ഷെഫൊക്കെ ആയിട്ട്. എനിക്കൊന്ന് ആ സിനിമയിൽ വല്ലതും ക്ലാഷ് ആയടേ. സീരിയസ്ലി മനസ്സിലാവും, നല്ല കോംബോ പിടിച്ച് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു നിങ്ങൾ. ലാൽ സാർ, ലാലിൻ്റെ കാര്യം പറയണ്ട, കോമഡി തന്നെ. പുള്ളി ഇപ്പം മലയാള സിനിമയിലുണ്ടോ, അഭിനയിക്കുന്നുണ്ടോ? ഞാൻ അവസാനം അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കൊണ്ട് ഡബ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലെന്ന്. കാരണം എല്ലാം ഒറ്റ സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എന്തോ പ്രശ്നം പുള്ളി നേരിടുവാണെന്നാണ് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ഈ ചേച്ചി ഉണ്ടല്ലോ, ഏത് ചേച്ചിയാണ്, അല്ല ഏത് ചേച്ചിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും നേരം. ആ ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞ മല്ലിക സുഹാര ചേച്ചി പറയുന്ന 2-3 കാര്യമുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടിട്ട് ഇങ്ങോട്ട് വരാം. പിന്നെ ഇവിടുത്തെ ട്രോളർമാരോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്, നിരത്തി പിടിച്ച് ആദ്യം ഒരാളെ കിട്ടി, എന്താ രേണു സുധി. അതിനെന്തോ അസുഖമാണ്, എനിക്ക് സത്യത്തിൽ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല. അതിനെന്തോ അസുഖമാണെന്ന് പറഞ്ഞു, അതിനെ കുറച്ച് ദിവസത്തേക്ക് വിട്ടു. അപ്പൊ ലക്ഷ്മി പ്രിയെ കിട്ടി. അത് കഴിഞ്ഞ് അൻസിബയെ കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും രേണു സുധി ഒരു ആരോഗ്യമൊക്കെ ഏതാണ്ട് തിരിച്ചു വന്നപ്പോൾ ഇന്നലെ തൊട്ട് പിന്നെ നമ്മൾ കാണുന്നത് അവരുടെ കുടുംബത്തിലേക്ക് കയറുക. എന്താണ് ഈ ചെറുപ്പക്കാര് അവിടെ നിന്ന് ഇറക്കി വിട്ട ഈ എന്താണ് ആ കുട്ടിയുടെ പേര് അതില്ലയോ, ആ കുട്ടിയെ പറ്റിയോ ഈ സെക്യൂരിറ്റി കാണിച്ച തെറ്റാണോ ശരിയാണോ അതോ ഒരു നാടകമാണോ, ആരുടെയെങ്കിലും ഒരു ഇവരെ ഇതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത് ആരാണ്? അപ്പൊ ഞങ്ങളെ പോലുള്ള വയസ്സായവര് ഇതിന്റെ പിന്നിലെല്ലാം ചില PR വർക്കുകളും കാശ് വാങ്ങി. എന്തായാലും ഇതിന്നൊരു കാര്യം മനസ്സിലായതുകൊണ്ട് മല്ലികാന്റി ഒരു വീഡിയോ പോലും വിടാതെ എല്ലാവരും ഇരുന്ന് കൂത്തിയിരുന്ന് കാണുന്നുണ്ട്. ഒരു വ്യൂവർ ആയില്ലേ, സൂപ്പർ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് വെറുതെ അല്ലെന്ന് ചേച്ചിക്ക് തന്നെ അറിയാമല്ലോ. ചേച്ചി ഇരുന്ന് കാണും, കുത്തിയിരുന്ന് എല്ലാം കാണുന്നു. ഈ പിള്ളേരെന്താ അത് കാണിക്കാത്ത? പിള്ളേരെന്താ? നമ്മളെ അമ്മൂമ്മ പറഞ്ഞായിട്ട് നമ്മൾ കണക്ക് കൂട്ടത്തില്ല. അമ്മ ഞങ്ങളൊന്നും ഒന്നും പറയത്തില്ല. ഞങ്ങളുടെ അമ്മൂമ്മ പറയുന്നതായിട്ട് ഞങ്ങൾ കൂട്ടത്തുള്ളൂ. സത്യമായിട്ട് അങ്ങനെ കൊടുത്തു. എനിക്കിത് കേട്ടപ്പോൾ ചിരിയാ വന്നത്. എന്തായാലും വീഡിയോ എല്ലാം കാണാത്തതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. മേ ബി എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ മല്ലികാവിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ നിങ്ങളുടെ ഈ സെക്യൂരിറ്റിയുടെ കാര്യവും ഈ പറയുന്ന അതുല്യയുടെ കാര്യവും ഈച്ച് ആൻഡ് എവറി കാര്യം ഞാൻ എടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ക്ലിപ്പുകളും എല്ലാ സാധനം എടുത്ത് ചെയ്തുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ചേച്ചി ഒന്ന് ബാക്കോട്ട് അടിച്ച് നോക്കിയാൽ മതി. കയറിക്കഴിഞ്ഞാൽ നല്ലോണം കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ എല്ലാത്തിനും കൈയിട്ട് വരുന്നവരായിരുന്നു. ജോലി ചെയ്യാനായിട്ട് ഏർപ്പെടുത്താനുള്ള ഒരു സംഘം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്താണ് മോനെ തെറ്റ്? എന്താ ചോദിക്കാത്തത്? നിങ്ങളടക്കം ചോദിക്കേണ്ടതല്ലേ? അവിടെ ഇറങ്ങിപ്പോയ ആ കുട്ടിയുടെ എല്ലാ ചാനലുകാരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. ഒരാളെങ്കിലും അവിടെ നിന്നൊരു ക്ലർക്കായിട്ട് ജോലി ചെയ്തൊരു കുട്ടിയെ 7:30 മണി വരെ നിൽക്കുക എന്തിന്? ആ കുട്ടി എന്നോട് പറഞ്ഞതാണ്, എന്താണ് വന്ദേ ഭാരതിൽ വരുന്ന ഒരു നടിക്ക് ചായ ഇടാൻ വേണ്ടി 5:30 മണിക്ക് വിടാതെ പിടിച്ച് നിർത്തി 8 മണി വരെ. എന്തൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ കേട്ടിട്ട് അവിടെ ചെന്നപ്പോ ശ്വേതാമേനോനെതിരെ ഒരു പരസ്യമായ യുദ്ധം. അതിൽ ഇപ്പൊ ഇത്രയും കാലം അമ്മയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന പെണ്ണുങ്ങൾ പോയി അങ്ങോട്ട് പോയപ്പോ ഞങ്ങൾക്ക് അവർക്ക് ഇതൊന്നും അറിയുന്നില്ല. പക്ഷെ പിന്നെ താങ്കൾ പറഞ്ഞു വരുന്നത് ജനാധിപത്യപരമായ ഒരു സ്വഭാവവും ആ ജനറൽ ബോഡിക്ക് ഉണ്ടായിരുന്നില്ല. തോന്നിയവർ എന്തൊക്കെ പറയുന്നു, തോന്നിയവർ എന്തൊക്കെ ആരൊക്കെ പറയുന്നവർ തടഞ്ഞു നിർത്തുന്നു. പക്ഷെ ഒറ്റക്കാര്യം ഈ ശ്വേതാ മേനോൻ ഇപ്പോ പിഷാരടിയോട് പറഞ്ഞതിൽ പറയുന്നത് ഒരുപാട് അശ്ലീല ഭാഷണം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരുന്നോ? ആരോട്? അവിടെയുള്ള സ്ത്രീകളോട്, ശ്വേതാമേനോൻ അടക്കമുള്ള സ്ത്രീകളോട് സിദ്ദീഖ് അടക്കമുള്ള ആളുകൾ അശ്ലീലമായി സംസാരിച്ചു എന്നാണ്, ബാബുരാജ് അടക്കമുള്ള അശ്ലീല ഭാഷയിൽ സംസാരിച്ചു എന്നാണ് ശ്വേത ആ സംഭാഷണത്തിൽ പറയുന്നത്. അല്ല, ഞാൻ അശ്ലീലമായിട്ട് പറയുന്നൊന്നും ഞാൻ കേട്ടില്ല. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ ഇരുന്നത് നിങ്ങൾ ഈ പറയുന്ന മീറ്റിംഗിൽ ഉണ്ടായിരുന്ന ഒരാളാ. അശ്ലീലമായിട്ട് ഞാനൊന്നും കേട്ടില്ല. സുമാരി അമ്മ പറയുന്ന കേട്ടില്ലേ? അശ്ലീലമായിട്ടൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല എന്ന്. കൂടെ ഉണ്ടായിരുന്ന ഒരാളാ. നിങ്ങൾ പറയുന്നത് ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന് ആരെക്കൊണ്ട് നടന്നില്ല എന്നുള്ളത്. എനിക്കറിയത്തില്ല എന്തുവാ നിങ്ങളെ ഉദ്ദേശം. നിങ്ങളും സ്ക്രിപ്റ്റായിട്ട് 100 കോടി അടിക്കാനുള്ള പുതിയ കഥയായിട്ട് ഇറങ്ങിയതാണ്. ഇത് അവസാനം ഇതെല്ലാം പറയും ഇത് മറ്റേ മോക്ക് ഡ്രില്ല, അല്ലെങ്കിൽ പ്രാങ്കാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിരിക്കും നിങ്ങൾ വരാൻ പോകുന്നത്. ഞാൻ അത് നോക്കിയത് എല്ലാം കൂടി ഇങ്ങനെ വട്ടത്തിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോയും വീഡിയോ ആയിരിക്കും വരുന്നത്. ഇവർ ഈ മൈക്കുമായിട്ട് സ്റ്റേജിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. മോഹൻലാലും ഒക്കെ അല്ല, ഞാൻ സെക്കൻഡ് റോ ഇങ്ങിയ സൈഡായിരുന്നു, ഇവർ അപ്പുറത്തെ സൈഡിലാണ്. എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. പെണ്ണുങ്ങളെല്ലാം കൂടെ ആ മോഹൻലാലിനെ സമ്മതിക്കാതെ നിൽക്കുന്ന കണ്ടു. അപ്പൊ അത് പൊതുവേ അതങ്ങനെയാണ്. ചരിഞ്ഞിരിക്കുന്നതെല്ലാം സംഭവമാണെന്ന് പറയുന്നതുകൊണ്ട് സംഭവത്തിന് ചുറ്റിലെ ആൾക്കാർ നിൽക്കത്തുള്ളത് അങ്ങനെ ആയിരിക്കും. അതൊന്നും മോഹൻലാലിന്റെ പുറകെ വരുന്നില്ല മൊത്തം പെണ്ണുങ്ങളും. ആര് ശ്വേതാമേനോനെ കണ്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പെണ്ണുങ്ങൾ മൊത്തം മോഹൻലാലിന്റെ പുറകെ ആയിരുന്നു. ചേട്ടോ, അങ്ങേരാ സൈഡിൽ കൂടെ 100 കോടി സിനിമ അടിച്ചടിച്ചടിച്ചടിച്ചോട്ട് സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുക. ഇനിയും പെണ്ണുങ്ങൾ മൊത്തം ലാലേട്ടന്റെ കൂടെയായിരുന്നു. പെണ്ണുങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഇളയ മോനും ലാലേട്ടന്റെ കൂടെയാണ്. ഞങ്ങൾ ആ സിനിമയിലൊക്കെ കാണാറുണ്ട്.
ഫാനാണേ ഫാൻ ബോയ് ആണേ ഉഷയാണേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അവിടെ കിടന്നിട്ടാണ് ഇവരെല്ലാരും ഓരോ നിർദ്ദേശങ്ങളും മൈക്കുമായിട്ട് അതുവഴി കയറുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മൈക്കും കൊണ്ട് കയറുന്നവരെ കാണാം. ശ്വേതയോട് എന്താ പറയുന്നതെന്ന് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആകെ കേട്ടത് അവസാനം ശ്വേത ഒന്ന് ബേസ്റ്റ് ഔട്ട് ചെയ്ത് എപ്പോഴാന്ന് വെച്ചാല് നിങ്ങളെന്തോ BJP സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കൈക്കൂലി വാങ്ങിച്ചില്ലെന്നോ മറ്റോ, അത് പബ്ലിക്കായിട്ട് മൈക്കിലൂടെയാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. അത് ശ്വേത ഭയങ്കരമായിട്ട് ഇൻസൾട്ട് പോലെ ഫീൽ ചെയ്തു. അതിന്റെ ഒരു കാര്യം സത്യമാണ്, അവരൊരു പഴയ കോൺഗ്രസ് കുടുംബത്തിലെ അംഗം തന്നെയാണ്, അതിൽ എനിക്ക് തർക്കമില്ല. അപ്പൊ ഇനി BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാക്കി കൊടുത്ത് കാശ് വാങ്ങിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളിൽ ശ്വേത ഒന്ന് തളർന്നു. ആ പെട്ടെന്നുണ്ടായ ഒരു വൈകാരികമായിട്ടുണ്ടായ ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു. ഞാൻ പോവുകയാണ് ഈ സംഘടന, ഞാൻ രാജിവെക്കുകയാണ്, ഞാനടക്കം എല്ലാവരും ഇറക്കാന്ന് പറ്റി പുള്ളിക്കാരത്തിൽ നടന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ കുറിച്ച് ഒരു ആരോപണം പറയുമ്പോഴത്തേക്കിന് ആ ആരോപണം നമ്മൾ ചെയ്തിട്ടില്ല, നമ്മളുമായിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യമല്ല എന്നുണ്ടെങ്കിൽ ഒരാൾ തളരുമോ? നമ്മൾ എപ്പോഴായിരിക്കും തളരുന്നത്? നമ്മൾ ചെയ്തൊരു കള്ളത്തരം ഒട്ടാകെ അങ്ങ് കൂട്ടത്തോടെ കണ്ടുപിടിച്ചിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതായത് പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൻസർ ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയം. ആ ഒരു സമയത്തല്ലേ നമ്മൾ കൂടുതലും തളരുന്നത്, അല്ലേ? ഒരു മനുഷ്യരാകുമ്പോൾ അങ്ങനെ. അല്ലാതെ ഇപ്പം പറയുന്നു ഞാൻ അവിടെ ഒരു മോഷണം എന്തോ നടന്നു, നീ അതെടുത്ത് അതിനകത്ത് എന്തോ ആസ്തി എന്തോ നീ കണ്ടുപിടിയിടാന്നാ പോയി, നീ പോയി കണ്ടുപിടി, എന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കും, നീ എൻ്റെ തെളിവ് കൊണ്ടോ, ഏതെങ്കിലും ഒരെണ്ണം കൊണ്ടോ, എന്നിട്ട് എന്നോട് സംസാരിക്കും. ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെ അത്രയും ധൈര്യമുള്ളവരൊക്കെ അല്ലേ പ്രസിഡന്റ് ആയിട്ടൊക്കെ ഇരിക്കും. ശ്വേതാമേനെ സംബന്ധിച്ച് നല്ല ബോൾഡ് സ്ത്രീയാണ്, ശ്വേതാമേനൻ വരേണ്ടതാണെന്നൊക്കെയാണെന്ന് ആദ്യം നിങ്ങൾ വന്നപ്പോഴത്തേക്കിന് ഓലയിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ. അപ്പം പിന്നെ അങ്ങനെ ഒരാൾ തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എന്തോ കാര്യമൊന്നുമില്ല, ഒന്നും പെട്ടെന്നൊന്നും തളർന്നു പോകാൻ പറ്റത്തില്ല, ഉത്തരവില്ലാതെ നിൽക്കത്തില്ല. അപ്പോഴത്തേനും ഒറ്റയടിക്ക് എല്ലാം കൂടെ പോയി അവസാനം അദാനി വരെ പൊങ്ങി ഇതിനകത്ത് വരുമല്ലോ എന്നുള്ള സിറ്റുവേഷനിലേക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ പോകുന്നു, ഞാൻ വാക്കൗട്ട് ചെയ്യുന്നു, എല്ലാം നിർത്തി, എനിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല, ഞാൻ ഈ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല, എനിക്ക് ഈ സംഘടനയായിട്ടൊരു ബന്ധമില്ല, ഞാൻ ആരുമായിട്ടൊരു ബന്ധമില്ല, ഞാൻ വീട് വിട്ട് ഇറങ്ങി പോകാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരാളെയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പം ഈ പറയുന്നതിനകത്ത് കോൺഗ്രസ് കുടുംബമായാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആന്റണി കോൺഗ്രസ് കുടുംബം അല്ലേ, അവരെ മോനിപ്പോൾ ഇവിടെ ഇരിക്കുക, BJP ഇരിക്കുക. ഈ കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആളുണ്ടല്ലോ, മറന്നുപോയിടാ ദൈവമേ പേര്, 90 വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞൊരു കരുണാകരൻ പുള്ളിക്കാരെ തന്നെ 2 വട്ടം പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അല്ലേ? അപ്പോൾ പിന്നെ അതിനകത്ത് വലിയ കാര്യമില്ല. അവരുടെ മക്കളിൽ ഒരാൾ കോൺഗ്രസിലും ഒരാൾ കമ്മ്യൂണിസ്റ്റിലും. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചാടി ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നുണ്ടെന്ന്, അതൊന്നും നമുക്ക് അവരൊക്കെ പേഴ്സണൽ താല്പര്യം പോകുമായിരിക്കില്ലേ? അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിതൊരു പ്രഹസനമായിട്ടും അല്ലെങ്കിൽ ഒരു ചിരിക്കാനും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം സത്യം പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് എൻ്റെ വീഡിയോ കാണും, അത്ര എനിക്ക് പറയുള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണും, നിങ്ങളുടെ മനസ്സ് ഞാൻ റിലീഫ് ചെയ്ത് തരാം. എനിക്കതൊരു ഡോക്ടറേറ്റ് തരണം കേട്ടോ. നമുക്ക് ചർച്ചയെടുത്ത് സംസാരിക്കും ഇങ്ങനെ ആക്കാനുള്ള ഉള്ളെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു വലിയ സംഘടന, അതായത് മലയാളികൾ ഒറ്റാകെ ഉള്ളൊരു വലിയ സംഘടന, അതായത് ഉറ്റുനോക്കുന്ന, അറിയാലോ എങ്ങനെയാണെന്നുള്ളത്, പ്രധാനമന്ത്രിയെക്കാട്ടിലും രാഷ്ട്രപതിയെക്കാട്ടിലും ആരാധകരുള്ള ഒരു സംഘടനയെന്ന്, ഫേസ് വാല്യൂ ഉള്ള ആൾക്കാരുള്ള സംഘടനയെന്ന്, അങ്ങനെയുള്ള ചേച്ചിമാർ വരെ ഇരിക്കുന്ന സംഘടന. നിങ്ങളുടെ ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു കൊച്ചു പുസ്തകം ഇറക്കണം. അമ്മയിലെ അപരാധങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെയൊക്കെ കാർട്ടൂൺ പടം വരച്ചിട്ട് ഈ ഡയലോഗുകളൊക്കെ ഇട്ടാൽ മതി, ഹിറ്റ് സാധനമാണ്. കളിക്കുടുക്കയും കളിക്കുടുക്കയും ബാലരമയും വരെ തോറ്റുപോകും. നിങ്ങളുടെ ഒരു ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയടിക്കാൻ മിനിറ്റിന് വിറ്റ് പോകുന്ന കോപ്പിയൊക്കെ ഉണ്ടല്ലോ, മിക്കവാറും വേൾഡ് റെക്കോർഡ് ബുക്കിനകത്തൊക്കെ നിങ്ങളെ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതുവരെ കയറിപ്പോകുന്ന പരിപാടിയായിരിക്കും. പരിപാടിയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെയെങ്കിലും ഒരിടത്ത് ആരെങ്കിലും നിന്ന് ഈ സാധനം അവസാനിപ്പിക്കുക. വയ്യ സത്യം പറഞ്ഞ് ഇപ്പോൾ വീട്ടിലിരുന്ന് അമ്മ അസോസിയേഷൻ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്നെ മാനിച്ചെങ്കിലും എന്നെ ഓർത്തിട്ടെങ്കിലും നിങ്ങളൊന്ന് അവസാനിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഹൈപ്പ് മര്യാദയ്ക്ക് വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കണം. അപ്പം